Next is relation connecting U, V and R for a spherical surface when object is in rarer medium. ഒരു അടിപൊളി ഡെറിവേഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കഥകളിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഒരു കഥ പറഞ്ഞുതരാം. വേറെ ആരുടെ പറഞ്ഞു കൊടുക്കരുത്, നമുക്ക് മാത്രം അറിയാമെന്നുള്ളൊരു കഥയാണ്. സോ നമുക്കൊരു കോൺവെക്സ് ലെൻസിൻ്റെ കഥ പറയാം. ഓക്കെ, ഓൺസ് ദർ ലിവ്ഡ് എ കോൺവെക്സ് ലെൻസ്. ഇപ്പോൾ കോൺവെക്സ് ലെൻസ് ഒരു സ്ഥലത്ത്, സോ ഹാപ്പിലി ദർ ഓൺസ് ദർ ലിവ്ഡ് എ കോൺവെക്സ് ലെൻസ് ഹാപ്പിലി ഇൻ എ ഡെൻസ് ഫോറസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോൺവെക്സ് ലെൻസിൻ്റെ കഥയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കോൺവെക്സ് ലെൻസ്. ഇതിന് എത്ര സർഫസ് ഉണ്ട്? 2 സർഫസ് ഉണ്ട്. ഓക്കെ, ഇത് ഫസ്റ്റ് സർഫസ്, ഇത് സെക്കൻഡ് സർഫസ്. ഫസ്റ്റ് സർഫസിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ R1 ആണ്, സെക്കൻഡ് സർഫസിൻ്റെത് R2 ആണ്. ഓക്കെ, അങ്ങനെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ ഇവിടെ ഇത് ഗ്ലാസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഡെൻസർ മീഡിയം ആണ്. ഇതെന്ത് മീഡിയമാണ്? ഡെൻസർ മീഡിയമാണ്. ഇവിടം എയർ ആണ്, ഇവിടെ റയറർ ആണ്. ഇവിടവും എയർ ആണ്, അപ്പോൾ ഇവിടവും റയറർ ആണ്. ഇത്രയും ഓക്കെ ആണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഓബ്ജക്റ്റ് വെച്ചാൽ, അപ്പോൾ ഇതാണ് ഒരു ഓബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഓബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ മറു സൈഡിൽ ഒരു ഇമേജ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു സ്ക്രീനിൽ നമുക്കൊരു ഇമേജ് കിട്ടി. ഓക്കെ, അപ്പോൾ ഒരു തലതിരിഞ്ഞ ഇമേജ് ഉണ്ടായെന്ന് വെച്ചോളൂ. അപ്പോൾ ഇതെങ്ങനെ ഇമേജ് ഉണ്ടായി എന്നാണ് പറയുന്നത്. നമ്മുടെ ഈ ഫസ്റ്റ് സർഫസിലെ ഫസ്റ്റ് സർഫസിൽ ലൈറ്റ് വീഴും. ഇത് റേ ഡയഗ്രം ഒന്നുമല്ല ഞാൻ പറയുന്നത്, വെറുതെ ഒരു കഥയാണ്. അപ്പോൾ ഇതാ ഫസ്റ്റ് സർഫസിൽ ലൈറ്റ് വീണു. ഈ ഓബ്ജക്റ്റ് ഇരിക്കുന്നത് എവിടെയാണ്? റയറർ മീഡിയത്തിലാണ്. അപ്പോൾ ലൈറ്റ് വീണു. ഈ ഫസ്റ്റ് സർഫസ് ഈ ഓബ്ജക്റ്റിൻ്റെ ഒരു ഇമേജ് ഈ ഡെൻസർ മീഡിയത്തിൽ ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഇമേജ് ഉണ്ടാവും. ഓക്കെ, ഈ ഇമേജ് അടുത്ത സർഫസിനെ സംബന്ധിച്ച് ഓബ്ജക്റ്റായിട്ട് ആക്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഫൈനൽ ഇമേജ് ഉണ്ടാകുന്നത്. ഇതാണ് image formation story by a convex lens. So listen properly. So this is your convex lens. How many surfaces are there? 2 surfaces are there. For the first surface, the radius of curvature is R1. Second surface, radius of curvature is R2. See, an object is placed in front, okay, in rarer medium. Light from the object falls on the first surface. An image is formed in the interior, okay, by the first surface. Then that image acts as the object for the second surface and the final image is formed. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതാണ് ഇമേജ് ഫോർമേഷൻ സ്റ്റോറി ബൈ എ കോൺവെക്സ് ലെൻസ്. ഇനി നിങ്ങൾ ഇതിനെ 2 കഥയായിട്ട് സെപ്പറേറ്റ് ചെയ്യണം. സി, ദിസ് ഈസ് എ ഫസ്റ്റ് സർഫസ്. ഓക്കെ, ഇതിൻ്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഡെൻസർ ആണ്, ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് റയറർ ആണ്. ഇനി അടുത്ത് ആ കേസിൽ ഇതാണ് ഓബ്ജക്റ്റ് ഇരിക്കുന്നത് റയറിലാണ്. അതിൽ നിന്നുള്ള ലൈറ്റ് വന്ന് വീഴുന്നു. ലൈറ്റ് വീണിട്ട് ഈ ഡെൻസർ ആയിട്ടുള്ള സ്ഥലത്ത് ഇമേജ് ഉണ്ടാവും. ഇനി അടുത്ത ഇതാണ് ആദ്യത്തെ പാർട്ട്. ഇനി രണ്ടാമത്തെ പാർട്ട്, രണ്ടാമത്തെ സർഫസ് ഇതാണ്. ആ സർഫസിൻ്റെ റൈറ്റ് സൈഡ് റയറർ ആണ്, ലെഫ്റ്റ് സൈഡ് ഡെൻസർ ആണ്. ഈ ഡെൻസറിലാണ് ഒരു ഓബ്ജക്റ്റ് ഇരിക്കുന്നത്. ആ ഓബ്ജക്റ്റിൻ്റെ ഇമേജ് മറു സൈഡിൽ ഇവിടെ ഉണ്ടാവുന്നു. ഇതാണ് ഇമേജ് ഫോർമേഷൻ സ്റ്റോറി. ഓക്കെ, അപ്പോൾ ലിസൺ പ്രോപ്പർലി. ഞാൻ ഇറൈസ് ചെയ്യാണ്, ഇത് ഫുള്ളായിട്ട് ഇറൈസ് ചെയ്യാണ്. സോ ലിസൺ ഹിയർ. ദിസ് ഈസ് യുവർ കോൺവെക്സ് ലെൻസ്. ഹൗ മെനി സർഫസസ് ആർ ദെയർ? 2 surfaces. Radius of curvature of first surface R1, second R2, no problem. Then this is made of glass, so this will be denser medium. Then outside air, so this is rarer. Then this is also rarer. Then here there is an object. Okay, this is object. Then light from the object falls on the first surface. Okay, an image is formed inside. So this is an image. Then this image will act as an object for the second surface and the final image is formed somewhere here. Okay, this is a image formation story. Now listen, this is the first surface. Okay, left side of it is rarer, right side is denser. Then see, object is in rarer medium, image is formed in denser medium. Then second surface, this is the second surface. Left is denser, right is rarer. Okay, object is in denser medium. Okay, then image will be formed in rarer medium. അപ്പോൾ ഈ 2 കഥകളും നമ്മൾ ഇനി സെപ്പറേറ്റ് കഥകളായിട്ട് പറയാൻ പോകുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഇമേജ് ഫോർമേഷൻ സ്റ്റോറിയുടെ ഫസ്റ്റ് പാർട്ട് ഞാൻ പറയാൻ പോകുന്നു. ശ്രദ്ധിക്കുക. സി, ഫസ്റ്റ് സർഫസ് ഓഫ് കോൺവെക്സ് ലെൻസ്. ഓക്കെ, ഇറ്റ്സ് ലെഫ്റ്റ് പാർട്ട് ഈസ് rarer, right side is
denser. Okay, then refractive index of this is n1, that is n2. Okay, then you consider this as what? Principal axis. An object is placed here, so this is a object. കുഴപ്പമൊന്നുമില്ല. ലൈറ്റ് ഇതാ ഇവിടെ വന്ന് വീഴുന്നു, ഒരു കുഴപ്പമില്ല. ഈ പോയിന്റിൽ ഒരു നോർമൽ വരയ്ക്കാം. ഓക്കെ, നോർമൽ വരച്ചു. നോർമൽ വരച്ചാൽ അതെവിടെ ചെന്ന് മുട്ടും എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. എവിടെയാണ് മുട്ടുക? സിയിലായിരിക്കും മുട്ടുക. ഓക്കെ, ഇനി ലൈറ്റിന് എന്ത് സംഭവിക്കും? റയറിൽ നിന്ന് ഡെൻസറിലോട്ട് കയറാണ്. വളയില്ലെങ്കിൽ ഇങ്ങനെ പോകും, ബെൻസ് ടുവേഴ്സ് എ നോർമലാണ്. അപ്പോൾ ഇത് ഇങ്ങനെ വളയും. സോ ഹിയർ യു ക്യാൻ ഗെറ്റ് ആൻ ഇമേജ്. സോ ദിസ് ഈസ് എ ഇമേജ്. ഓക്കെ, ദെൻ object makes an angle alpha with the principal axis. Image makes an angle beta with the principal axis. Angle at the center is gamma. ഇതുവരെ എല്ലാവർക്കും മനസ്സിലായി. ഇനി ഈ പോയിന്റിനെ ഞാൻ എം എന്ന് മാർക്ക് ചെയ്യുന്നു, ഇതിനെ എം എന്ന് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇത് ഇൻസിഡന്റ് റേ ആണ്, ഇത് നോർമലാണ്. ഇടയ്ക്കുള്ള ഈ ആംഗിളിനെ ഞാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നാണ് വിളിക്കുക. ഇത് റിഫ്രാക്റ്റഡ് റേ ആണ്, ഇത് നോർമലാണ്. ഇടയ്ക്കുള്ള ഈ ആംഗിളിനെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്നും പറയും. ഇനി ഞാൻ ഇവിടുന്ന് വെറുതെ ഒരു പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ മുട്ടി. ഓക്കെ, ഇത് ഓപ്റ്റിക് സെന്റർ ആണ്. ഓക്കെ, ഈ പോയിന്റിനെ ഞാൻ എൻ എന്ന് വിളിക്കുന്നു. അവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഇനി നിങ്ങളിവിടെ സമാധാനമായിട്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരണം. നമ്മുടെ ഇവിടെ ടാൻ ആൽഫ എടുത്താൽ എന്ത് വരും? ഈ ആംഗിൾസ് എല്ലാം വളരെ ചെറുതായിരിക്കും കേട്ടോ. അപ്പം ആംഗിളുകളെല്ലാം നമ്മൾ ഇവിടുത്തെ കേസിൽ വളരെ ചെറുതായിരിക്കും. അപ്പോൾ ആംഗിൾ വളരെ ചെറുതാണെങ്കിൽ ടാൻ ആൽഫ വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആൽഫ. നമ്മൾ മാത്സിനകത്ത് പഠിച്ചതാണ്. ഇഫ് ദ ആംഗിൾ ഈസ് വെരി സ്മോൾ, ടാൻ തീറ്റ ക്യാൻ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ. നിങ്ങൾ പഠിച്ചതാണ്. സോ ടാൻ ആൽഫ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആൽഫ. പറയൂ, വാട്ട് ഈസ് ടാൻ ആൽഫ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അപ്പോൾ എം എൻ ഡിവൈഡഡ് ബൈ, പറയൂ, എം എൻ ഡിവൈഡഡ് ബൈ എൻ ഒ. ഓക്കെ, ദെൻ എം എൻ തന്നെ. ഇനി അടുത്ത ഡിവൈഡഡ് ബൈ എൻ ഒ എന്ന് പറഞ്ഞാൽ ഓപ്റ്റിക് സെന്റർ തൊട്ട് ഒബ്ജക്റ്റ് വരെയുള്ള ദൂരം, അത് യു ആണ്. അത് അളക്കുന്നത് ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ടാണ്. അപ്പം മൈനസ് യു. ഒരു ഇക്വേഷൻ കിട്ടി. അപ്പോൾ ആൽഫയുടെ ആൻസർ ആണ് ഇപ്പം ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി ഇതുപോലെ ടാൻ ബീറ്റ പറയണം. വാട്ട് ഈസ് ടാൻ ബീറ്റ? ആംഗിൾ ഈസ് വെരി സ്മോൾ, ഐ ടോൾഡ് യു. സോ ടാൻ ബീറ്റ വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ബീറ്റ. വാട്ട് ഈസ് ആൻസർ ഓഫ് ബീറ്റ? പറയൂ, ടാൻ ബീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. പറയൂ, എം എൻ ഡിവൈഡഡ് ബൈ എൻ ഐ എന്നാണ്. എൻ ഐ എന്നാണ്. സോ എം എൻ അതുപോലെ എഴുതി. എൻ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഓപ്റ്റിക്കൽ സെന്റർ തൊട്ട് ഇമേജ് വരെയുള്ള ദൂരം വി എന്നാണ്. ഇനി ഇത് അളക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ടാണ്. ഓക്കെ, എപ്പോഴും അളക്കുന്നത് ഇവിടെ നിന്നാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് അളക്കുന്നത്. അപ്പോൾ ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പോസിറ്റീവ്. ഓക്കെ, ദെൻ അടുത്തത് ടാൻ ഗാമ. സോ ടാൻ ഗാമ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു വാട്ട്? ഗാമ. സോ വാട്ട് ഈസ് ടാൻ ഗാമ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. എം എൻ ബൈ എൻ സി. സോ എം എൻ ബൈ എൻ സി. എം എൻ തന്നെ. എൻ സി എന്താന്ന് പറയണം? എൻ തൊട്ട് സി വരെയുള്ള ദൂരം എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. അത് മെഷർ ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ നിന്ന് റൈറ്റിലോട്ടാണ് മെഷർ ചെയ്തത്. അപ്പോൾ പോസിറ്റീവ് തന്നെ. അപ്പോൾ ഇങ്ങനെ 3 ആംഗിൾ ഓക്കെ. ആ ആംഗിൾ ഒപ്പിച്ചെടുത്തു. ഇനി അടുത്തത്, ഇനി അപ്പോൾ ആംഗിൾ ഓക്കെ. ഇനി അടുത്തത് നമുക്കിവിടെ എക്സ്റ്റീരിയർ ആംഗിൾ തിയറം ഉപയോഗിക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഇവിടെ 2 ട്രയാങ്കിൾസ് ഞാൻ ഇവിടെ പറഞ്ഞുതരാം. നിങ്ങൾ ഇവിടെ നോക്കൂ. ഒ എം സി എന്ന് പറയുന്ന ട്രയാങ്കിളിനെ നോക്കൂ. ട്രയാങ്കിൾ ഒ എം സി നിങ്ങൾ കണ്ടോ? ട്രയാങ്കിൾ ഒ എം സിയിൽ എന്തെങ്കിലും തോന്നുന്നോ? ട്രയാങ്കിൾ ഒ എം സിയെ നോക്കിയാൽ ആൽഫയും ഗാമയും കൂടെ ആഡ് ചെയ്താൽ ഐ കിട്ടും. അപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഫ പ്ലസ് ഗാമയാണ്. ഓക്കെ, ഇനി അടുത്ത വേറെ ട്രയാങ്കിൾ ഞാൻ പറയാം. ഇത് ഉപയോഗിച്ചത് എക്സ്റ്റീരിയർ ആംഗിൾ തിയറമാണ്. ആൽഫ അകത്തുള്ള ആംഗിൾ, ഗാമ ഇവിടെ അകത്തുള്ള ആംഗിൾ, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ വെളിയിലുള്ള ആംഗിൾ കിട്ടും. ഓക്കെ, നിങ്ങൾ മാത്സിൽ പഠിച്ച തിയറം. ഇനി അടുത്ത ഒരു ട്രയാങ്കിൾ ഞാൻ പറയാണ്. എം സി ഐ. ട്രയാങ്കിൾ എം സി ഐ. ട്രയാങ്കിൾ എം സി ഐയിൽ നിങ്ങൾക്ക് 2 ആംഗിൾ ആഡ് ചെയ്യാം. ആറും ബീറ്റയും കൂടെ ആഡ് ചെയ്യാം. ആറും ബീറ്റയും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ഇന്റീരിയർ ആംഗിൾസ് ആഡ് ചെയ്തു, എക്സ്റ്റീരിയർ ആംഗിൾ കിട്ടും. ഏത് കിട്ടും? ഗാമ കിട്ടും. ഇവിടെ നിന്ന് 6 കണ്ടുപിടിക്കുക. എന്താണ് 6 എന്ന് പറഞ്ഞാൽ? ഗാമ മൈനസ് ബീറ്റ എന്നാണ്. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ 2 റിലേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാ? ഐയുടെ ആൻസറും കിട്ടിയിട്ടുണ്ട്, ആറിൻ്റെ ആൻസറും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഇനി ബാലൻസ് ഞാൻ ഇവിടെ എഴുതാം. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു, പെട്ടെന്ന് പറയണം. ഐ എന്ന് പറഞ്ഞാൽ ആൽഫയുടെയും ഗാമയുടെയും വാല്യൂ ഇട്ട് കൊടുക്കുക. ആൽഫയുടെ ആൻസർ എന്താണ്? എം എൻ ബൈ മൈനസ് യു എന്നാണ്. പ്ലസ് ഗാമയുടെ വാല്യൂ പറയുക. ഗാമയുടെ വാല്യൂ എന്താണ്? ഇതായിരിക്കുന്നു, എം എൻ ബൈ ആർ എന്നാണ്. എം എൻ ബൈ ആർ എന്നാണ്. അപ്പോൾ ഐയുടെ ആൻസർ കിട്ടി. ഓക്കെ,
ഇനി അതവിടെ ഇരിക്കട്ടെ. ഇനി രണ്ടിലും എം എൻ കോമൺ ഉണ്ട്. അപ്പോൾ എം എൻ കോമൺ എടുത്തിട്ട് ബാക്കി വേണമെങ്കിൽ ബ്രാക്കറ്റിലിടാം. ബാക്കി -1/u + 1/r എന്നാണ്. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. ഇനി അതുപോലെ r ഇവിടെ കണ്ടുപിടിക്കുക. വാട്ട് ഈസ് r? r = പെട്ടെന്ന് പറയണം. r = ഗാമ - ബീറ്റ. ഇതല്ലേ ഗാമ. അപ്പോൾ mn/r മൈനസ് ബീറ്റ എന്താണ് മക്കളെ? mn/v. സോ mn/v. നിങ്ങളിത് കോമൺ ഒന്നും എടുക്കാൻ നിൽക്കേണ്ട, അത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. അത് അവിടെ തന്നെ അതുപോലെ ഇരിക്കട്ടെ. സോ ഐയുടെ ആൻസറും ആയി, ആറിൻ്റെ ആൻസറും ആയി. ഇനി ഞാൻ ഇവിടെ നോക്കുന്നത് ഇവിടുത്തെ ആംഗിൾ ഐ, ഇവിടുത്തെ ആംഗിൾ ആർ. സൈൻ i/sin r ഞാൻ എടുക്കാൻ പോവാണ്. സൈൻ i/sin r എടുത്താൽ എനിക്ക് എന്തോന്ന് കിട്ടുമെന്ന് പറയണം. സൈൻ i/sin r എടുത്താൽ എനിക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ കിട്ടും. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ കിട്ടും വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം. ഓക്കെ, സോ സൈൻ i/sin r എടുത്താൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഈ മീഡിയമേ കിട്ടും. കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് 2 കിട്ടും വിത്ത് റെസ്പെക്ട് ടു 1. ഇനി ആംഗിൾ വളരെ ചെറുതാണെങ്കിൽ സൈൻ തീറ്റയ്ക്ക് പകരം തീറ്റ എന്ന് എഴുതാം. നമ്മൾ പഠിച്ച വേറൊരു അപ്രോക്സിമേഷൻ ആണ് മാത്സിനകത്ത്. സി ആംഗിൾ വളരെ ചെറുതാണെങ്കിൽ സൈൻ തീറ്റ ക്യാൻ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ. സോ സൈൻ ഐ എന്ന് എഴുതിയത് ഐ എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ സൈൻ ആർ എന്ന് എഴുതിയത് ആർ എന്ന് എഴുതാം. ഇനി നമ്മൾ പഠിച്ച ഇക്വേഷൻ NAB എന്ന് പറഞ്ഞാൽ NA/NB എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിനെ എങ്ങനെ എഴുതാം പറ? ഇതിനെ N2 / N1 എന്ന് എഴുതാം. ഇനി ക്രോസ് ചെയ്തേ, നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് പെട്ടെന്ന് ആൻസർ പറയൂ. N1I = N2R എന്നാണ്. ഇനി N1 × ഐയുടെ വാല്യൂ പറയൂ. വാട്ട് ഈസ് ഐ? ഇതാണ് ഐ. അപ്പോൾ mn/-u. സോ mn/-u പ്ലസ് ബാക്കി പറ mn/r. സോ mn/r = N2 × ആറിൻ്റെ വാല്യൂ എന്താണ്? വാട്ട് ഈസ് ആർ? ഇതോടകുന്നു. സോ mn/r മൈനസ് mn/v. ഓക്കെ, എല്ലാത്തിലും mn ഉണ്ട്. mn അങ്ങ് ക്യാൻസൽ ചെയ്യുക. ബാക്കി പറ. ബാക്കി N1 × പറയൂ 1/-u പ്ലസ് 1/r = N2 × 1/r മൈനസ് 1/v എന്നാണ്. ഇനി വെളിയിലുള്ളതുകൊണ്ട് നമുക്ക് അകത്തുള്ളതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ആൻസർ കിട്ടാൻ പോകുന്നു, നോക്കിക്കോളൂ. -n1/u മൈനസ് n1/u അടുത്ത പ്ലസ് n1/r പ്ലസ് n1/r = പറയും n2/r മൈനസ് n2/v. ഓക്കെ, ഇനി ഞാൻ ഇവനെടുത്ത് ലെഫ്റ്റിലോട്ട് വയ്ക്കാം. ആറുള്ള ടേംസ് എല്ലാം റൈറ്റിൽ വയ്ക്കാം. അപ്പോൾ നമുക്കിവിടെ ഉള്ള ആറുള്ള ടേംസ് ഏതൊക്കെയാണ്? n2/r ഉണ്ട്. ഇവനും കൂടെ അപ്പുറത്ത് വിട്ടെ -n1/r. ഓക്കെ, ഇതെടുത്ത് ഇപ്പുറത്ത് പോയി. അപ്പോൾ n2/v എടുത്ത് വെച്ചു മൈനസ് n1/u. ഇനി എന്ത് വേണം? n2/v മൈനസ് n1/u = ഇനി രണ്ടിലും r ഉണ്ട്. അപ്പോൾ r അതുപോലെ എഴുതി. ഇനി n2 - n1. ഓക്കെ, അപ്പോൾ നമുക്കൊരു റിലേഷൻ കിട്ടിയിട്ടുണ്ട് ഇവിടെ. See, what is the relation you got? N2/v minus N1/u is equal to N2 minus N1/r. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് റിലേഷൻ കണക്ടിങ് u, v and r. റിലേഷൻ കണക്ടിങ് u, v and r when the object is in rarer medium. ഓബ്ജക്റ്റ് എവിടെ ഇരിക്കുമ്പോൾ കേസാണ് പറഞ്ഞത്? റയറർ മീഡിയത്തിൽ ഇരിക്കുമ്പോൾ കേസാണ് പറഞ്ഞത്. അപ്പോൾ ഓബ്ജക്റ്റ് റയറർ മീഡിയത്തിൽ ഇരിക്കുന്ന സമയത്ത് റിലേഷൻ കണക്ടിങ് u, v, r ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. So what is the relation connecting UVR? N2/v minus N1/u is equal to N2 minus N1/r എന്നാണ്. ഓക്കെ, അപ്പം ഞാൻ സ്റ്റാർട്ടിംഗ് തൊട്ട് ഒന്നും കൂടെ പറയാണ്. ഇതിനകത്ത് ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. സോ എറൈസ് ചെയ്ത് കളയാണ്. സേ you consider the first surface of convex lens. Okay, its left side is air, so it is rarer. Its right side is denser. Okay, it is glass. Then refractive index of rarer medium is taken as N1. This medium is taken as N2. This is principal axis. Okay, you place an object here. Okay, then light falls here. Okay, then at this point you can draw a normal. So normal extended. Okay, so it will meet at C. Then light will bend and here you can get an image. So this is an image. Then incident ray, normal angle of incidence.
refracted ray, normal angle of refraction. Okay, then this point can be named M. Then draw a perpendicular to meet N. Okay, then object makes an angle alpha, image makes an angle beta, angle at the center gamma. ഇത്രയും വരയ്ക്കാൻ ചെയ്യാനൊക്കെ അറിയാം. ഓക്കെ, അപ്പോൾ consider a convex surface. You consider a convex surface. Object O is placed in front in rarer medium. Light falls on the surface. An image is formed in denser medium I. Okay, the image is I. Then object makes an angle alpha, image makes an angle beta, angle at the center is gamma. Then incident angle of incidence is I, angle of refraction is R. Okay, then refractive index of rarer medium is N1, refractive index of denser medium is N2. ഇത്രയും കാര്യങ്ങൾ എഴുതി. ഇനി ബാക്കി പറയാം. ബാക്കി കഥകളെല്ലാം പറയൂ. Tan alpha approximately equal to alpha. Why approximately equal to alpha? If angles are very small, tan theta can be equal to theta, sin theta can be equal to theta. So it is approximation we use in maths. So listen here. See here, all the angles are very small. So tan alpha will be then approximately equal to alpha. It will be opposite side by adjacent side. Say Mn by No. Mn by No. What Mn is Mn. What is No? Optical center to object U. So that distance is measured from this point to left. So minus U. Okay. Then tan beta will be approximately equal to beta. Okay. Then what is tan beta? Opposite side by adjacent side. So Mn divided by Ni. Then Mn. What is Ni? Optical center to image. So it is image distance V. So it is measured from this point to that towards the right. So positive. Then what is tan gamma? So tan gamma will be approximately equal to gamma. So what is tan gamma? Opposite side by adjacent side. Say. So Mn divided by Nc. Mn divided by Nc. So Mn divided by what is Nc? N to C. It is R. Measured towards right. So positive R. Okay. Then what is the next one? So using exterior angle theorem, you can write like this. See, you consider the triangle OMC. You consider the triangle OMC. So what is interior angles alpha plus gamma will be equal to I. So I will be equal to alpha plus gamma. Okay. Then what is the next triangle? Triangle MCI. So triangle MCI. So triangle MCI. R plus beta will be equal to gamma. R plus beta will be equal to gamma. Then what is R? R is equal to gamma minus beta. So here I am getting two relations. Then see, I want the refractive index of denser medium. So what shall I do? Sin I by sin R will be equal to refractive index of second medium. Sin I by sin R will be equal to refractive index of second medium with respect to first. No doubt. Then angles are very small. So sin theta can be equal to theta. So instead of sin I, you write I. So I by R is equal to, you know this relation, NAB equal to NA divided by NB. So using that you can write N21 as N2 divided by N1. Then cross. See, N1I is equal to N2R. No problem. Then N1 into what is I? What is I? Alpha plus gamma. Alpha plus gamma is equal to N2 into what is R? R is gamma minus beta. So gamma minus beta. Okay. Then put the values. N1 into what is alpha? Alpha is Mn by minus U. So Mn by minus U plus gamma. What is gamma? See, Mn by R. So Mn by R. Then is equal to N2 into, say, what is gamma? It is Mn by R. So Mn by R minus what is beta? See, what is beta? Mn by V. So Mn by V. Okay. Then Mn cancelled. So I am getting, say, N1 into, say, minus 1 by U. So minus 1 by U plus 1 by R plus 1 by R is equal to, say, N2 into Mn cancelled, balance 1 by R minus 1 by V. Okay.
then outside into inside. See, m minus n1 by u plus n1 by r then is equal to n2 by r minus n2 by v. Okay, then I am keeping the term containing r at the right side. See, n2 by r, then this also taken to the right side, minus n1 by r. Then shall I keep this at the left side? So it comes here. So n2 by v minus n1 by u. Okay, then n2 by v minus n1 by u is equal to r common. Okay, then see n2 minus n1. Okay, you are getting a relation here. What is the relation you got? n2 by v minus n1 by u is equal to n2 minus n1 by r. This is a relation connecting u, v and r for a spherical surface when the object is in rarer medium. So keep in mind, when the object is in rarer medium, what is the relation connecting u, v, r? Keep in mind, n2 by v minus n1 by u is equal to n2 minus n1 by r. Is it clear? എന്തെങ്കിലും പ്രയാസം തോന്നിയ ഡെറിവേഷൻ ആണോ? ഇനി പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. സോ ഒന്നുകൂടെ പറയൂ. വെൻ ദ ഒബ്ജക്റ്റ് ഈസ് ഇൻ റെയറർ മീഡിയം, വാട്ട് ഈസ് ദ റിലേഷൻ കണക്ടിങ് യു, വി ആൻഡ് ആർ? n2 by v minus n1 by u is equal to n2 minus n1 by r. Is that clear? നെക്സ്റ്റ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഓക്കെ, റിലേഷൻ കണക്ടിങ് യു, വി, ആർ തന്നെയാണ് നമ്മൾ ഒപ്പിച്ചെടുക്കാൻ പോകുന്നത്. See, but the object is in denser medium. Object എവിടെ ഇരിക്കുമ്പോഴാണ്? ഡെൻസർ മീഡിയത്തിലുള്ളതാണ്. അപ്പം ഞാൻ അത് കഥയൊന്ന് ഓർമ്മിപ്പിക്കാം. നമ്മുടെ കോൺവെക്സ് ലെൻസിന് ഓർമ്മയുണ്ട്? ഓക്കെ, ഇതതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. ഇവിടെ ഒരു ഓബ്ജക്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇതിൽ നിന്ന് ലൈറ്റ് ഇവിടെ വീണായിരുന്നു. ഓക്കെ, ഫസ്റ്റ് സർഫസ് പറയൂ, അതിൻ്റെ ഒരു ഇമേജ് ഇതിൻ്റെ അകത്തുണ്ടാക്കിയായിരുന്നു. ഓക്കെ, ആ ഇമേജ് ഇതാണ് ഇമേജ്. ആ ഇമേജ് സെക്കൻഡ് സർഫസിന് ഓബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്തു. ഫൈനൽ ഇമേജ് ഇവിടെ ഉണ്ടായി. ഇതാണല്ലോ കഥ, നമ്മുടെ പഴയ കഥകളാണ്. ഇപ്പോൾ ഓബ്ജക്റ്റ് ഇവിടെ ഫസ്റ്റ് സർഫസിനെ സംബന്ധിച്ച് ഓബ്ജക്റ്റ് ഇതാണ്, ഇമേജ് ഇതാണ്. സെക്കൻഡ് സർഫസിനെ സംബന്ധിച്ച് ഓബ്ജക്റ്റ് ഇതാണ്, അതാണ് ഇമേജ്. ഇത്രയും കാര്യം ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഫസ്റ്റ് സർഫസിൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞു. ഓബ്ജക്റ്റ് റെയറിലും ഇമേജ് ഡെൻസറിലും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സെക്കൻഡ് സർഫസിൻ്റെ കാര്യമാണ്. ഓബ്ജക്റ്റ് ഡെൻസറിലും ഇമേജ് റെയറിലും. ഓക്കെ, നമുക്ക് പറയാമല്ലോ. പെട്ടെന്ന് ഞാൻ കഥയിലേക്ക് കടക്കുന്നു. ഇതെല്ലാം ഇറൈസ് ചെയ്ത് കളയാം. ഓക്കെ, സോ റിലേഷൻ കണക്ടിങ് യു, വി, ആർ ഫോർ എ സ്ഫെറിക്കൽ സർഫസ് വെൻ ദ ഓബ്ജക്റ്റ് ഈസ് ഇൻ ഡെൻസർ മീഡിയം. ഓബ്ജക്റ്റ് ഡെൻസറിലാണ്. അപ്പം ഞാൻ പടം വരയ്ക്കാൻ പോകുന്നു. എന്താ നോക്കൂ, നമ്മളിവിടെ രണ്ടാമത്തെ സർഫസിനെ വരയ്ക്കാം. ഓക്കെ, കോൺവെക്സ് ലെൻസിൻ്റെ രണ്ടാമത്തെ സർഫസ്, ഇത് പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളൊരു ഓബ്ജക്റ്റിനെ വരയ്ക്കുന്നു. ഇതാണ് ഓബ്ജക്റ്റ്. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഇത് ലെൻസിൻ്റെ രണ്ടാമത്തെ സർഫസ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഡെൻസറാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് എയർ ആണെങ്കിൽ അത് റയറർ മീഡിയമാണ്. റയറർ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1 ആണ്, ഡെൻസറിൻ്റെത് n2 ആണ്. ഇതൊക്കെ നമുക്കറിയാം. ഇനി ഇവിടെ നിന്നൊരു ഓബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് വന്ന് വീഴുന്നു. ഓക്കെ, അപ്പോൾ ലൈറ്റ് വന്ന് വീണു. ഓക്കെ, അപ്പോൾ ഇൻസിഡൻറ്റ് ലൈറ്റാണ്. ഓക്കെ, ഇനി ഇവിടെ ഈ പോയിന്റിൽ ഞാനൊരു നോർമൽ വരയ്ക്കുന്നു. ഓക്കെ, ഞാനൊരു നോർമൽ വരയ്ക്കുകയാണ്. ഓക്കെ, നോർമൽ വരച്ചു കഴിഞ്ഞാൽ ഇത് ഇവിടെ വന്ന് മുട്ടും. ഇത് സി ആയിരിക്കും. അത്ഭുത സംഭവമൊന്നുമല്ല. അപ്പോൾ ഈ നോർമലിൽ ഞാനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വയ്ക്കാം, നിങ്ങൾക്ക് അതിന് കൺഫ്യൂഷൻ ഉണ്ടാകും. ഓക്കെ, ഇനി നിങ്ങൾ നോക്കൂ, ഇത് ഇൻസിഡൻറ്റ് റേ, ഇത് നോർമൽ, ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. ഇനി ലൈറ്റ് എന്ത് സംഭവിക്കും പറയൂ? ലൈറ്റ് ഇപ്പോൾ ഡെൻസറിൽ നിന്ന് റയറിലോട്ട് കയറുകയാണ്. ബെൻഡ് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ പറയും, ഇങ്ങനെ പോവും. ബെൻസ് ടുവേഴ്സ് നോർമൽ ആണെങ്കിൽ ഇങ്ങനെ വരും. ബെൻസ് എവേ ആകുമ്പോൾ ഇങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ ലൈറ്റ് ഇവിടെ വന്ന് വീഴും. അപ്പം നമുക്കിവിടെ ഇമേജ് കിട്ടും. അപ്പോൾ ഇതാണ് ഇമേജ്. ഓക്കെ, ഇനി ഓബ്ജക്റ്റ് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫ, ഇനി ഇമേജ് ഉണ്ടാക്കുന്ന ആംഗിൾ ബീറ്റ, സെൻറ്ററിൽ ഉണ്ടാകുന്ന ആംഗിൾ ഗാമ. എല്ലാം പഴയതുപോലെ തന്നെ. ഈ പോയിന്റിനെ ഞാൻ എം എന്ന പേര് കൊടുക്കുന്നു. ഇവിടെ നിന്ന് ഒരു നോർമൽ ഇങ്ങോട്ട് വരയ്ക്കുന്നു. ഈ പോയിന്റിന്റെ പേരാണ് എൻ നമ്മുടെ ഒപ്റ്റിക്കൽ സെന്റർ ആണ്. ഇനി നമ്മൾ ബാക്കി കാര്യങ്ങളിലൂടെ പറയുന്നു. ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇത് റിഫ്രാക്റ്റഡ് റേ, ഇത് നോർമൽ, ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇനി ബാക്കി എല്ലാം പഴയതുപോലെ തന്നെയാണ് നമ്മൾ വരിക. ഇവിടെ നമ്മുടെ പഴയ കഥകളെല്ലാം ടാൻ ആൽഫ
will be approximately equal to alpha if the angle is very small. So what is our consideration? We consider that all the angles here are equal, very small. See, not equal, so all the angles are very small. That's the consideration. But tan alpha approximately equal to alpha is equal to opposite side by adjacent side. mn divided by no എന്നാണ്. mn divided by no. So mn തന്നെ എന്നോ എന്താന്ന് പറയണം, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് മെഷർ ചെയ്തിരിക്കുന്നത് ആണല്ലോ, അപ്പം -u ആണ്. ഇനി അടുത്ത് ടാൻ ബീറ്റ പെട്ടെന്ന് പറയണം. ടാൻ ബീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ബീറ്റ ആണെന്ന് അറിയാം. സോ ടാൻ ബീറ്റ എന്താണെന്ന് പിക്ചറിൽ നോക്കി പറയൂ. ടാൻ ബീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് പറയൂ. mn ഡിവൈഡഡ് ബൈ ni എന്നാണ്. സോ mn തന്നെ ni എന്താന്ന് പറയൂ. ഇവിടെ തൊട്ട് ഇമേജ് വരെയുള്ള ദൂരം v ആണ്, അത് റൈറ്റിലോട്ടാണ് മെഷർ ചെയ്തത്, അപ്പോൾ പോസിറ്റീവ് ആണ്. ഇനി ടാൻ ഗാമ എന്താന്ന് പറയൂ. ടാൻ ഗാമ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഗാമ എന്നാണ്. സോ എന്താന്ന് പറയൂ. ടാൻ ഗാമ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് പെട്ടെന്ന് പറ. mn ഡിവൈഡഡ് ബൈ nc എന്നാണ്. mn ഡിവൈഡഡ് ബൈ nc എന്നാണ്. അപ്പോൾ mn തന്നെ nc എന്താന്ന് പറയണം. ഇവിടെ നിന്ന് ഇതുവരെയുള്ള ദൂരം റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്, അത് ലെഫ്റ്റിലോട്ട് മെഷർ ചെയ്തുകൊണ്ട് -r. അപ്പോൾ ഇത്രയും എഴുതി. ഓക്കെ. ഇനി ഇവിടെ നമ്മുടെ പഴയതുപോലെ ട്രയാങ്കിൾ ഉണ്ട്, OMC. ട്രയാങ്കിൾ OMC കാണുന്നുണ്ട്. അതിനകത്ത് ആൽഫയും ഐയും കൂടെ ആഡ് ചെയ്താൽ ഇന്റീരിയർ ആംഗിൾസിന്റെ സം ആയി, അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിളിന്റെ ആൻസർ ആയി. അപ്പോൾ എന്താണ് I പ്ലസ് ആൽഫ ഈസ് ഈക്വൽ ടു എന്ത് വരും? I പ്ലസ് ആൽഫ ഈസ് ഈക്വൽ ടു ഗാമ എന്നാണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് I എന്ത് വരും? വാട്ട് ഈസ് I? ഗാമ മൈനസ് ആൽഫ എന്നാണ്. ഓക്കെ. ഇനി നമുക്ക് ബാക്കി ഇവിടെ എഴുതാം. അടുത്തൊരു ട്രയാങ്കിൾ ഉണ്ടല്ലോ, ഏതാണ് ട്രയാങ്കിൾ? CMI. അപ്പോൾ ട്രയാങ്കിൾ CMI. ഈ ട്രയാങ്കിൾ CMIയിൽ നമുക്ക് ഗാമയും ബീറ്റയും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഗാമയും ബീറ്റയും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എക്സ്ട്രീ ട്രയാങ്കിളായ 6 കിട്ടും. അപ്പോൾ 6 കിട്ടാൻ പറയൂ ഗാമയും ബീറ്റയും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ഇവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ പഴയ കാര്യങ്ങൾ. എനിക്കിവിടെ sin I ബൈ sin r എടുത്താൽ എന്ത് കിട്ടും? sin I ബൈ sin r എടുത്താൽ എന്ത് കിട്ടും? പെട്ടെന്ന് പറയണം. sin I ബൈ sin r എടുത്താൽ രണ്ടാമത്തെ ആംഗിൾ 6 ആണ്, ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടും. sin I ബൈ sin r ഈ മീഡിയത്തിൻ്റെതാണ്, അപ്പോൾ ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് 1 കിട്ടും വിത്ത് റെസ്പെക്ട് ടു 2. ഇനി ആംഗിൾസ് എല്ലാം ചെറുതായതുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? sin I I എന്ന് എഴുതാം. സോ I ബൈ sin r നെ r എന്ന് എഴുതാം ഈസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? n1 ബൈ n2 എന്ന് എഴുതാം. ക്രോസ് ചെയ്തേ n1r ഈസ് ഈക്വൽ ടു n2i എന്നാണ്. ഇനി ഇതിൽ വാല്യൂ ഇടുക. n1 ഇൻറ്റു ആറിൻ്റെ വാല്യൂ എന്താണ്? വാട്ട് ഈസ് r? ഇവിടെ ആറിൻ്റെ വാല്യൂ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ്? ഗാമ പ്ലസ് ബീറ്റ. സോ ഗാമ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു n2 ഇൻറ്റു ഐയുടെ വാല്യൂ എന്താണ്? വാട്ട് ഈസ് I? ഗാമ മൈനസ് ആൽഫ. ഗാമ മൈനസ് ആൽഫ എന്നാണ്. ഇനി n1 ഇൻറ്റു ഇത് ഓരോന്നിൻ്റെ വാല്യൂ ഇടുക. ഗാമയുടെ വാല്യൂ എന്താണ്? ഇവിടെ എവിടെയുണ്ട്? mn ബൈ മൈനസ് r. സോ മൈനസ് mn ബൈ r എന്ന് എഴുതാം. ഓക്കെ. പ്ലസ് ബീറ്റയുടെ വാല്യൂ എന്താണ്? ബീറ്റയുടെ വാല്യൂ mn ബൈ v എന്നാണ്. സോ mn ബൈ v ഈസ് ഈക്വൽ ടു n2 ഇൻറ്റു പെട്ടെന്ന് പറയണം. ഗാമയുടെ ആൻസർ എന്താണ്? മൈനസ് mn ബൈ r. സോ മൈനസ് mn ബൈ r മൈനസ് ആൽഫയുടെ വാല്യൂ എന്താണ്? mn ബൈ മൈനസ് u. സോ mn ബൈ മൈനസ് u എന്നാണ്. ഓക്കെ. മൈനസ് u. ഓക്കെ. mn എല്ലാം ക്യാൻസൽ ചെയ്ത് കളയുക, ബാക്കി എഴുതുക. പെട്ടെന്ന് പറയണം. സോ n1 വെളിയിലുണ്ട്, ബ്രാക്കറ്റിൻ്റെ അകത്ത് പറയൂ മൈനസ് 1 ബൈ r മൈനസ് 1 ബൈ r പ്ലസ് 1 ബൈ v പ്ലസ് 1 ബൈ v ഈസ് ഈക്വൽ ടു n2 അതുപോലെ എഴുതി, ബാക്കി മൈനസ് 1 ബൈ r മൈനസ് 1 ബൈ r 2 മൈനസ് ചെയ്യുമ്പോൾ പ്ലസ് ആയി, പ്ലസ് 1 ബൈ u എന്നാണ്. ഇനി ഔട്ട് സൈഡ് ഇൻറ്റു ഇൻസൈഡ് പെട്ടെന്ന് പറയും. മൈനസ് n1 ബൈ r പ്ലസ് n1 ബൈ v is equal to minus n2 by r പ്ലസ് n1 ബൈ u എന്നാണ്. ഇനി നേരത്തെ ഉള്ളതുപോലെ r മാത്രം, r വരുന്ന ടേം മാത്രം റൈറ്റിൽ ഇടുക. അപ്പോൾ എന്ത് വരും? ഈക്വൽ ടു മൈനസ് n2 ബൈ r ഇവിടെ ഉണ്ടല്ലേ. ഇനി മൈനസ് n1 ബൈ r അപ്പുറത്ത് കളയൂ, അപ്പോൾ പ്ലസ് n1 ബൈ r എന്നായി. ഇനി ഇവിടെ ആൾറെഡി n1 ബൈ v ഉണ്ട്, അവനെ കൂടെ എടുത്ത് പുറത്ത് വയ്ക്കുക. അപ്പോൾ എന്ത് വരും? പ്ലസ് n2 ബൈ മൈനസ് പറയൂ മൈനസ് n1 ബൈ u എന്നായി. ഓക്കെ. ഇനി ബാക്കി ഞാൻ ഇവിടെ എഴുതാം.
n1 by v നോക്കൂ, എടുത്ത് എഴുതിയതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയോ? n1 by v ഇവിടെ n2 by r, n1 by u, സോറി ഇവിടെ n1 n2 അല്ലേടാ, ഇവിടെ n2 ആണ്. ഇനി നിങ്ങൾ പറയും നമ്മൾ r വരുന്നിട്ട് മൈനസ് n2 by r ഇവിടെ ഉണ്ട്, ഇതപ്പുറത്ത് ചെല്ലുമ്പോൾ n1 by r ആയി. ഇനി ആ n2 by ഇതല്ലേ വരിക, n2 അല്ലേ ഇവിടെ, n2. ഓക്കെ, ഇനി അപ്പം n1 by v മൈനസ് n2 by u ഈസ് ഈക്വൽ ടു, രണ്ടിലും r ഉണ്ട്, ബാക്കി പറ n1 മൈനസ് n2 എന്നാണ്. ഓക്കെ, ഇനി ഞാൻ ഒന്നും കൂടെ ചെയ്യാം, ഒരു കാര്യം കൂടെ ചെയ്യാം. മൊത്തത്തിൻ്റെ മൈനസ് ഉണ്ടെങ്കിൽ ഇൻറ്റു ചെയ്യാം. അപ്പോൾ എന്തായി, ഈ ടേം പ്ലസ് ആയി, ഈ ടേം മൈനസ് ആയി. അപ്പോൾ എന്ത് വരും, n2 by u മൈനസ് n1 by v ഈക്വൽ ടു, മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്താൽ ഇത് തിരിഞ്ഞു വരും, n2 മൈനസ് n1 by r എന്നാണ്. ഇപ്പോൾ ഒരു റിലേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ദിസ് ഈസ് എ റിലേഷൻ കണക്ടിങ് യു വി ആർ ഫോർ എ സ്ഫെറിക്കൽ സർഫസ് വെൻ ദ ഓബ്ജക്റ്റ് ഈസ് ഇൻ ഡെൻസർ മീഡിയം. ഓബ്ജക്റ്റ് എവിടെ ഇരിക്കുമ്പോൾ ലേസാണ് ഇപ്പോൾ പറഞ്ഞത്, ഡെൻസറിൽ. നിങ്ങളുടെ റിലേഷൻ നോക്കൂ, n2 by u മൈനസ് n1 by v ഈസ് ഈക്വൽ ടു n2 മൈനസ് n1 by r എന്നാണ് കിട്ടിയത്. ഞാൻ ഇവിടെ ഒന്ന് എറൈസ് ചെയ്ത് മാറ്റിയിട്ട് ഞാൻ അത്രയും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നോക്കൂ, നിങ്ങൾ നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് എന്താണ്, ഓബ്ജക്റ്റ് റയറർ മീഡിയത്തിൽ ഇരുന്നപ്പോൾ ഉള്ള ഇക്വേഷൻ എന്താണ്, n2 by v മൈനസ് n1 by u ഈസ് ഈക്വൽ ടു n2 മൈനസ് n1 by r എന്നല്ലേ കിട്ടിയത്. ഇനി ഇപ്പോഴ് ഓബ്ജക്റ്റ് ഡെൻസറിലുള്ളപ്പോൾ ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടിയത് നോക്ക്, n2 by u മൈനസ് n1 by v ഈക്വൽ ടു n2 മൈനസ് n1 by r എന്നല്ലേ കിട്ടിയത്. റൈറ്റ് സൈഡ് രണ്ടിലും ഒരുപോലെ തന്നെ, ഇവിടെ n2 തന്നെ, ഇവിടെ n1 തന്നെ, ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു വരുന്നു, കണ്ടോ. അപ്പോൾ എന്താണ് റിലേഷൻ, ഓർത്ത് വെച്ചോണം, ചത്തുപോയാലും ഇക്വേഷൻ പറഞ്ഞിട്ട് ചത്തുപോകും, മരിക്കരുത്. നോക്കൂ, അപ്പോൾ എന്താണ് ഇക്വേഷൻ പറയൂ, ഓബ്ജക്റ്റ് റയറർ മീഡിയത്തിലാണെങ്കിൽ ഇക്വേഷൻ എന്താണ്, n2 by v മൈനസ് n1 by u ഈക്വൽ ടു n2 മൈനസ് n1 by r എന്നാണ്. ഓബ്ജക്റ്റ് ഡെൻസറിലാണെങ്കിൽ പറ n2 by u മൈനസ് n1 by v ഈക്വൽ ടു n2 മൈനസ് n1 by r എന്നാണ്. പ്രയാസപ്പെടരുത്, ഒരു പ്രയാസവും വരരുത്. സോ അപ്പോൾ ജസ്റ്റ് ഒന്ന് റൈറ്റ് സൈഡ് സെയിം ആണ്. അപ്പോൾ ഒരെണ്ണമേ പഠിക്കാവൂ. എന്താണ് റയറിലുള്ള ഇക്വേഷൻ പഠിക്കുക, എന്താണ് n2 by v മൈനസ് n1 by u ഈസ് ഈക്വൽ ടു n2 മൈനസ് n1 by r. അവിടെ യും v അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചു വെച്ചാൽ രണ്ടാമത്തെ എല്ലാ റിലേഷനായി. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ് തൊട്ട് ഒന്നും കൂടെ പറയാം, ഇതിനകത്ത് ഒരു പ്രയാസം നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയില്ല. അപ്പോൾ ഞാൻ റൈസ് ചെയ്യാണ്. സി what is our question, obtain relation connecting UVR, obtain relation connecting UVR for a spherical surface when the object is in denser medium. ഇതാണ്. അപ്പം ഞാൻ വരയ്ക്കാം. സോ നമ്മൾ വരയ്ക്കുന്നത് എന്താണെന്ന് ബോധം വേണം. സോ ഇറ്റ് ഈസ് എ second surface of convex lens, am I right? Then this is a principal axis. Okay, its left part is denser, right part is rarer. Okay, refractive index of rarer medium n1, denser medium n2. Here you can place an object, so this is an object. Okay, then light falls here, so incident ray. At this point you can draw a normal, so this is a normal will meet at C. Then if light is moving not undergoing any refraction, it has to move like this. If it is entering from rarer to denser, it bends towards a normal, but here it is entering from denser to rarer, so it bends away from normal. അപ്പോൾ ഇങ്ങോട്ട് വരും. ഓക്കെ, സോ ഹിയർ യു വിൽ ഗെറ്റ് ആൻ ഇമേജ്. ഇപ്പോൾ ഇമേജ് ഡയഗ്രത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി ഓബ്ജക്റ്റ് ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫ, ഇമേജ് ഉണ്ടാക്കുന്ന ആംഗിൾ ബീറ്റ, ആംഗിൾ അറ്റ് ദ സെൻറ്റർ ഗാമ. ഈ പോയിന്റിന് ഒരു പേരിട്ടു, എന്താണ് എം എന്നാണ് പേര്. ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് വരച്ചു, ഈ പോയിന്റിന്റെ പേരെന്താണ് എൻ എന്നാണ്. ഇനി ഇൻസിഡന്റ് റേക്കും നോർമലിനും ഇടയ്ക്കുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നാണ്. ഇനി റിഫ്രാക്റ്റഡ് റേക്കും നോർമലിനും ഇടയ്ക്കുള്ള ആംഗിൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്നാണ്. ഇത്രയും കാര്യങ്ങൾ വരയ്ക്കാൻ അറിയണം. സോ സി വൺസ് അഗൈൻ, കൺസിഡർ എ കോൺവെക്സ് സർഫസ്. യു കൺസിഡർ എ കോൺവെക്സ് സർഫസ്. കോൺവെക്സ് സർഫസ് എന്നല്ലേ നമുക്ക് പറയാൻ പറ്റൂ, കോൺവെക്സ് ലെൻസിന്റെ രണ്ടാമത്തെ സർഫസ് അല്ലേ. സോ കൺസിഡർ എ കോൺവെക്സ് സർഫസ്. സി കൺസിഡർ ആൻ ഓബ്ജക്റ്റ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഇൻ ഡെൻസർ മീഡിയം. Then see light falls on the surface. See an image is obtained I. Object makes an angle alpha, image makes an angle beta, angle at the center is gamma. Then angle of incidence is taken as I, angle of refraction is taken as
R. Then refractive index of rarer medium is N1, denser medium is N2. ഇത്രയും കാര്യങ്ങൾ ആദ്യം പറയുക. Then see ബാക്കി കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാം. See here angles are very very small. So tan alpha can be approximately equal to alpha. What will be tan alpha? Say opposite side by adjacent side. So Mn divided by No. So Mn divided by No. So Mn divided by what is No? No is object distance. It is minus u. Then tan beta. So tan beta approximately equal to beta. What is it? Opposite side by adjacent side. So Mn divided by what is it? Ni. So Mn by Ni. So Mn divided by what is Ni? Image distance. It is V. Then tan gamma approximately equal to gamma. Then say, so what is tan gamma? Opposite side by adjacent side. Mn divided by Cn. Mn divided by Cn. So Mn divided by see Nc. അതാണ് ഇവിടെ തൊട്ട് see ഇവിടെ നല്ലേ മെഷർ ചെയ്യൂ. So Nc is what? R. So minus R. Okay. Then what is the next one? So you consider two triangles. What is the first triangle considered? Triangle OCM. So triangle OCM. Which theorem are you using? Exterior angle theorem. So alpha plus I will be equal to exterior angle R. Am I right? So പെട്ടെന്ന് പറ. So alpha plus I plus alpha is equal to see അതിൻ്റെ exterior angle പറയൂ. അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഉള്ള ആംഗിളാണ് പറയേണ്ടത് R. ഓക്കെ. ദെൻ ബാക്കി കാര്യങ്ങൾ പറയൂ. സി ആൽഫ, ഇനി ഇത് ബീറ്റ, ഇത് ഗാമ, ഇൻസിഡന്റ് ആംഗിൾ, ഇനി റിഫ്രാക്റ്റഡ് റേ നോർമൽ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, എല്ലാ കാര്യം അറിയാം. പെട്ടെന്ന് പറഞ്ഞാൽ മതി. പറയൂ. ഇത് ഞാൻ എഴുതിയ തെറ്റല്ലേ? ആൽഫ പ്ലസ് ഐ വിൽ ബി ഈക്വൽ ടു പറയൂ. ആൽഫ പ്ലസ് ഐ ഇസ് ഈക്വൽ ടു ഗാമ അല്ലേ? ആൽഫ പ്ലസ് ഐ ഇസ് ഈക്വൽ ടു ഗാമ. നോക്കൂ, ആൽഫ പ്ലസ് ഐ ഈക്വൽ ടു എക്സ്റ്റീരിയർ ആംഗിൾ ഇതല്ലേ? ഗാമ. ദെൻ വാട്ട് ഈസ് ഐ? ഐ ഇസ് ഈക്വൽ ടു ഗാമ മൈനസ് ആൽഫ. ഓക്കെ. ദെൻ what is the next one? See next triangle CMI. So triangle CMI. In triangle CMI parayu gamma plus beta is equal to R, or R is equal to gamma plus beta. So let it be here. Then what is the next? See sin I by sin R equal to refractive index of this medium. So sin I by sin R will be equal to refractive index of this medium with respect to that. Okay. Then here angles are very small. So sin I can be written as I by sin R can be written as R equal to N12 can be written as N1 by N2. Then cross N1R equal to N2I. Then N1 into what is R? What is R? R എന്താണെന്ന് പറയണം. What is R? Gamma plus beta is equal to N2 into what is I? What is I? Gamma minus alpha. Gamma minus alpha. Then N1 into പറയൂ. What is gamma? ഇവിടെ നോക്കി പറഞ്ഞാൽ മതി. Gamma is equal to Mn by minus R. So Mn by minus R plus what is beta? പെട്ടെന്ന് പറയൂ. What is beta? Mn by V. So Mn by V is equal to N2 into പെട്ടെന്ന് പറയണം. What is gamma? What is gamma? Mn by minus R. So Mn by minus R minus what is alpha? Mn by minus U. So Mn by minus U. All Mn's cancel. So balance. പറയൂ. N1 into പറയൂ minus 1 by R plus 1 by V is equal to N2 into പറയൂ minus 1 by R, രണ്ട് മൈനസ് ചെയ്യുമ്പോൾ പ്ലസ് ആയി 1 by U. ഓക്കെ. ഇനി ഔട്ട്സൈഡ് ഇൻറ്റു ഇൻസൈഡ് പറയൂ. മൈനസ് N1 by R ബാക്കി പ്ലസ് N1 by V പ്ലസ് N1 by V is equal to minus N2 by R plus N2 by U plus N2 by U. Okay. Then the terms containing R are kept at right side. So പറയൂ minus N2 by R. Okay. ഇതെടുത്ത് പുറത്ത് വെച്ചാൽ N1 by R. Okay. ബാക്കി N1 by V minus N2 by U. അടുത്ത് ബാക്കി ഞാൻ ഇവിടെ എഴുതാം
n1 by v minus n2 by u is equal to r common balance n1 minus n2. Then multiplying throughout by negative. See, this becomes positive, this becomes negative. So n2 by u minus n1 by v equal to, this becomes n2 minus n1 divided by r. So you are getting the relation. So what is the relation you got? n2 by u minus n1 by v equal to n2 minus n1 by r. So what is the relation obtained? നമ്മുടെ പഴയ റിലേഷൻ എന്തായിരുന്നു? n2 by v മൈനസ് n1 by u ഈക്വൽ ടു n2 മൈനസ് n1 by r. ഇവിടെ നമ്മൾ യുവും v അങ്ങോട്ട് തിരിഞ്ഞു. എന്താണ്? n2 by u മൈനസ് n1 by v ഈക്വൽ ടു n2 മൈനസ് n1 by r. So this is a relation connecting u, v and r for a spherical surface when the object is in denser medium. Okay, keep in mind. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. നെക്സ്റ്റ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ലെൻസ് മേക്കേഴ്സ് ഫോർമുല. നോക്കിക്കോളൂ, നമ്മൾ ആ നേരത്തെ പറഞ്ഞ സ്റ്റോറി വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു. നമ്മുടെ ലെൻസാണ് ഈ ഇരിക്കുന്നത്. ഓക്കെ, കോൺവെക്സ് ലെൻസാണ്. ഇതിന് രണ്ട് സർഫസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആദ്യത്തെ സർഫസിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ R1 എന്നും രണ്ടാമത്തെ റേഡിയസ് ഓഫ് കർവേച്ചർ R2 എന്നും വിളിക്കുന്നു. ഇനി നമ്മുടെ ഇവിടെ ഇത് പ്രിൻസിപ്പൽ ആക്സിസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ ഇവിടെ ഒരു ഓബ്ജക്റ്റ് വെച്ചാൽ ഇതിൽ നിന്നുള്ള ലൈറ്റ് ഫസ്റ്റ് സർഫസിൽ വീഴും. ഈ ഫസ്റ്റ് സർഫസ് ഒരു ഇമേജ് ഇതിൻ്റെ അകത്തുണ്ടാക്കും. ഓക്കെ, ആ ഇമേജ് അടുത്ത സർഫസിനെ സംബന്ധിച്ച് ഓബ്ജക്റ്റായിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് ഫൈനൽ ഇമേജ് ഇവിടെ ഉണ്ടാവും. ഇതാണല്ലോ നമ്മുടെ സ്റ്റോറി. അപ്പം നമ്മുടെ ഈ ഫസ്റ്റ് സർഫസിനെ സംബന്ധിച്ചിടത്തോളം ഓബ്ജക്റ്റ് ഇരിക്കുന്നത് റയറർ മീഡിയത്തിലാണ് ആണല്ലോ. ഇനി സെക്കൻഡ് സർഫസിനെ സംബന്ധിച്ചിടത്തോളം ഓബ്ജക്റ്റ് ഇരിക്കുന്നത് എവിടെയാണ്? ഡെൻസർ മീഡിയത്തിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഓർക്കേണ്ടി. ഫസ്റ്റ് സർഫസിനെ സംബന്ധിച്ച് ഓബ്ജക്റ്റ് ഇരിക്കുന്നത് എവിടെയാണ്? റയറർ മീഡിയത്തിലും. സെക്കൻഡ് സർഫസിനെ സംബന്ധിച്ച് ഓബ്ജക്റ്റ് ഇരിക്കുന്നത് എവിടെയാണ്? ഡെൻസർ മീഡിയത്തിലുമാണ്. ഇത്രയാണ് ഓർക്കേണ്ടത്. ഞാൻ ഇതൊന്ന് ഇറേസ് ചെയ്തിട്ട് ഒന്നും കൂടെ വരച്ച് കാണിക്കാം. സോ ലിസൺ പ്രോപ്പർലി. സി വി ഹാവ് അവർ ലെൻസ് ഹിയർ, കോൺവെക്സ് ലെൻസ്. ഓക്കെ, ഇറ്റ് ഹാസ് ടു സർഫസസ്. Then this is a first surface known by the name ABC. Then second surface known by the name ADC. Then an object is placed here. So this is the object. Then light from the object falls on the first surface. Okay. Then first surface forms an image in the interior. Am I right? See, the first surface forms an image in the interior. But in the diagram I cannot show. So I am representing it here. See, this is a image. Okay, so this is a image. I call it I dash. Actually, this is formed inside the lens. So for the first surface, this is object, that is an image. Object distance is taken as u and image distance is taken as v dash. Okay, then this is a second surface. This is a second surface. For this second surface, this is the object and the light from that falls on the second surface and the final image I is formed somewhere here. So this is a image diagram. Okay, so once again, this is a object, light from it falls on the first surface. First surface forms an image in the interior. I cannot represent it here, so I represent the image here. So this is the image formed by the first surface. Now for the first surface, this is the object. Object distance is taken as u. Image distance is taken as v dash. No problem. Then this is actually formed in the interior of the lens. It is the object for the second surface. Okay. Then second surface forms a final image. The final image is I. The distance to that image is taken as v. So what is it? V. Now tell me about the first surface. This is a first surface. Okay. For the first surface, O is a object. O is a object. Object is in rarer medium. Then for the second surface, this is the object. This object is actually in the interior of the lens. That is, object is in denser medium. Object is in denser medium. Once again, this is a first surface. Okay. Then this is a object. Object is in rarer medium.
the image formed by the first surface is I dash at a distance v dash. Actually this image is in the interior of the lens. Then for the second surface, this image is an object. Okay, it is actually in the interior. That is for the second surface, the object is in denser medium and the image is formed by the second surface. The image formed by the second surface is known by the name I. It is at a distance v. Now tell me about the first surface. First surface, what is object? Object is O. Object is in rarer medium. Object is in rarer medium. Okay, object distance u is called as u. Then image distance v is called as v dash. Now about the second surface. Second surface, say for the second surface, I dash is an object. So object distance will be what? V dash. V dash. For image distance is v. This is a image. Image distance is v. Okay. Once again, see this is a first surface. O is a object. Object distance is u. So object distance is u. Its image is I dash. So image distance is v dash. So v is v dash. For the second surface, I dash is a object. So object distance will be v dash. I is a image. So image distance will be v. Any problem? So I shall erase the entire things once again. So in the examination, it is a very nice question. Obtain lens maker's formula. So you have to explain like this. Consider the image formation by a convex lens. Okay, a convex lens has two surfaces, ABC and ADC. Okay, an object O is placed in front. Then first surface ABC forms an image I dash at a distance v dash. Okay, this is actually in the interior of the lens. It acts as object for the second surface and the final image I is formed at a distance v. Then for the first surface, okay, what is the object? O is the object. Object is in rarer medium. No problem. Object is in rarer medium. Then what is the object distance? Object distance is u. It is u. Then what will be the image distance? This is image. Image distance is v dash. Okay. Then what about the second surface? For the second surface, this is the object. This is actually in the interior of the lens. That is, it is object. Object is in denser medium. Object is in denser medium. Then what is the u for it? U. This is the object for it. So object distance is u. Here u is what? V dash. V dash. What about image? This is an image. So image distance is v itself. Then see, in the first case, for the first surface, object is in rarer medium. So what is the formula? What is the formula we studied? What is the relation connecting u, v and r? See, what is the relation? 1 by v. What is the relation we studied? See, n2 by v minus n1 by u is equal to n2 minus n1 by r is a formula you studied. Am I right? n2 by v minus n1 by u is equal to n2 minus n1 by r is a formula you studied when the object is in rarer medium. So I wrote the formula like that. Then here n2 is n2. What is v? What is v? V dash. V dash minus n1 by what is u? U is u. U is equal to n2 minus n1 by what is r? For the first surface, r is r1. So equation number 1. Okay. Then for the second surface, I can write the formula. For the second surface, object is in denser medium. When the object is in denser medium, what is the formula? n2 by u minus n1 by v is equal to n2 minus n1 by r is a formula. Am I right? Now change the letters.
n2 by, what is u here? U is v dash minus n1 by, what is v? V is v equal to n2 minus n1 by, what is r? What is r here? Second surface, what is r? R is r2. So I am getting my second formula. ഇതാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കേണ്ട കാര്യം. അപ്പോൾ ഇത്രയും അറിയാമെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ആ പാർട്ട് ഞാൻ ഒന്നുകൂടെ എഴുതി കാണിക്കാം. നിങ്ങളാണ് എന്നെ ഹെൽപ്പ് ചെയ്യേണ്ടത്. See, once again, see, for the first surface, object is in rarer medium. When the object is in rarer medium, you have studied the formula. What is the relation between relation connecting u, v and r? N2 by v minus n1 by u is equal to n2 by v minus n1 by u is equal to n2 minus n1 by r. Now you change your letters. N2, say n2 by, what is v? V dash minus n1 by u. U is u is equal to n2 minus n1 by, what is r for the first surface? R1. So I am getting my first equation. Okay. Then for the second surface, object is in denser medium. When the object is in denser medium, what is the formula used? N2 by u minus n1 by v is equal to n2 minus n1 by r. Am I right? Now change the letters. N2 by, what is u? V dash minus n1 by v. What is v? V equal to n2 minus n1 by, what is r? For the second surface, what is r? R2. Okay. So I am getting my second formula. So I am getting two equations here. See, two equations, you subtract the equations. So LHS minus LHS is equal to RHS minus RHS. So say left side, n2 by v dash minus n1 by u minus this one. You say straight at minus n2 by v dash, n2 by v dash minus n1 by u, v. So it becomes plus n1 by v equal to n2 minus n1 by r1, n2 minus n1 by r1 minus here n2 minus n1 by r2. So n2 minus n1 by r2. No problem. Then see, these two cancel. So these two cancel. I am getting n1 by v minus n1 by u is equal to, what is common there? N2 minus n1. So n2 minus n1 into, say, 1 by r1 minus 1 by r2. Okay. No problem. Then you divide throughout by n1. You divide throughout by n1. So what will be the result? So you are getting 1 by v minus 1 by u is equal to n2 by n1 minus n1 by n1, 1. So I am dividing all terms by n1. Say into 1 by r1 minus 1 by r2. Okay. Then 1 by v minus 1 by u. 1 by v minus 1 by u. It is familiar. For the lens, 1 by v minus 1 by u is equal to 1 by f. It is a formula you have studied in lower classes. So this formula is called the lens formula. So 1 by v minus 1 by u can be written as 1 by f is equal to, what is NAB? NAB is NA by NB. So NA by NB equal to NAB. So like that, N2 by N1 can be written as N21. Am I right? Minus 1 into 1 by R1 minus 1 by R2. No problem. Then what is N21? You consider this lens. Refractive index of rarer medium is N1. This glass is N2. Okay. You consider the situation when light entering from rarer air to denser glass. See, what is N21? N21 is the refractive index of glass with respect to air. So N21 can be plainly written as N. So N21 is the refractive index of glass with respect to air. So I am writing it as N. So 1 by f is equal to, instead of N21 I am writing N minus 1 into 1 by R1 minus 1 by R2. So you are getting an equation here
this equation is known by the name lens maker's formula. It is known by that name because this formula is used by lens designers, lens makers to design lenses and mirrors. See, this formula is used by lens makers to design what? Lenses and mirrors. So the formula is known by the name lens maker's formula. So what is our formula? 1 by f is equal to n minus 1 into 1 by r1 minus 1 by r2. So I will explain the entire things from the beginning. Once again, ഇതൊരു ബുദ്ധിമുട്ടുള്ള സെക്ഷനേ അല്ല, അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന നല്ലൊരു സെക്ഷനാണ്. അപ്പോൾ നല്ല ബോധത്തോടെ ക്ലാസ്സിലിരിക്കുക. ഓക്കെ, സോ ഐ സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ്. So what is our question? Obtain lens maker's formula. So you have to write this. Consider the image formation by a convex lens. Okay, then you draw the diagram. See A, B, C, then ADC, this is a midpoint. Okay, then you draw an object here. Okay, you don't confuse, this is not a ray diagram. Okay, it is a story diagram. Okay, so light falling here. Okay, then an image will be formed here. So it is known by the name I dash. Then this is the final image, I name it I. Then the distance to this is known by the name V dash. The final image distance is taken as V. Object distance can be taken as U. So you write everything on the diagram. Okay, shall I start? Consider the image formation by a convex lens. There are two surfaces for the convex lens, ABC and ADC. An object O is placed in front of the lens. The first surface ABC forms an image I dash at a distance V dash. For the first surface, the object is in rarer medium. The object is O. The object distance is U. The image is I dash. So image distance is V dash, no doubt. Then this is actually formed in the interior of the lens. It acts as object for the second lens and second surface, and the final image is formed. Once again, O is the object, its image is I dash. It is actually formed in the interior of the lens. It acts as object for the second surface, and the final image I is formed at a distance V. Okay, so for the second surface, what is object? So object is in the interior of the lens, that is object is in denser medium. Object is what? I dash. So object distance is V dash. Then what is image for the second surface? I is the image. So image distance is V itself. Then for the first surface, see, the object is in rarer medium. When the object is in rarer medium, what is the relation connecting UVR? Say N2 by V minus N1 by U is equal to N2 minus N1 by R. Now you change your letters. N2 by what is V? First surface, what is V? V dash minus N1 by what is U? U is equal to N2 minus N1 by what is R? For the first surface, R is R1. Okay, I am getting an equation here. So in a similar way, you formulate an equation for second surface. For the second surface, object is in denser medium. When the object is in denser medium, what is the relation connecting UVR? You say N2 by U minus N1 by V equal to N2 minus N1 by R. This is the formula. Okay, now change the letters. N2 by what is U? V dash minus N1 by what is V? V equal to N2 minus N1 by what is R? For the second surface, what is R? R2. Okay, so R2. Okay, I shall write it here. So N2 minus N1 by R2. Okay, so I am getting my second equation. So how many equations I got? Two equations. You just subtract the equations. LHS minus LHS is equal to RHS minus RHS. Subtract. So equation 1 minus equation 2. So LHS
n2 by v dash minus n1 by u minus of the LHS here. So n2 by v dash, n2 by v dash, you can directly write minus this one. It becomes plus n1 by v plus n1 by v, okay, is equal to RHS minus RHS. n2 minus n1 by r1 minus n2 minus n1 by r2. So n2 minus n1 by r2, okay. So listen, see these two cancel. I'm getting n1 by v minus n1 by u is equal to, see, n2 minus n1 common, then balance in bracket. So 1 by r1 minus 1 by r2, okay. Then and dividing throughout by n1. So divide throughout by n1. So it becomes 1 by v minus 1 by u is equal to n2 by n1, then minus n1 by n1 1 into 1 by r1 minus 1 by r2. No problem. Then what is the next one? For a lens, you know the formula. What is the lens formula? 1 by v minus 1 by u is equal to 1 by f. So 1 by v minus 1 by u is equal to 1 by f. Okay, it's equal to n21. Na by nb is na by nab. So like that, n2 by n1 is n21 minus 1 into 1 by r1 minus 1 by r2. No problem. Then what is actually n21? Refractive index of second medium with respect to first. See, you consider the entry of light from rarer medium to denser glass. So refractive index of second medium means refractive index of glass. So n21 is replaced as n. So 1 by f is equal to, instead of n21 I am writing n here, minus 1 into 1 by r1 minus 1 by r2. So I am getting a beautiful equation here. So so I am getting an equation here. So what is the equation I got? 1 by f is equal to n minus 1 into 1 by r1 minus 1 by r2. So this formula is known by the name lens maker's formula. It is known by that name because it is used by lens makers to make lenses. It is used by mirror makers to make mirrors. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫോർമുലയ്ക്ക് ഫോർമുല എന്ന പേര് വന്നിരിക്കുന്നത് ലെൻസ് ഫോർമുല, ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഓക്കെ, അപ്പോൾ ദിസ് ഫോർമുല ഈസ് യൂസ്ഡ് ബൈ ലെൻസ് മേക്കേഴ്സ്. സോ വൺസ് അഗൈൻ, what is our formula? 1 by f is equal to n minus 1 into 1 by r1 minus 1 by r2. F is the focal length of the lens, n is the refractive index of glass, r1 is the radius of curvature of first surface, r2 is the radius of curvature of second surface. Is it clear to you? So what is lens maker's formula? 1 by f is equal to n minus 1 into 1 by r1 minus 1 by r2. Is it clear? അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇതുവരെ മതി. ഇപ്പോൾ കുറച്ച് അസൗകര്യങ്ങളുള്ളതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ ബാലൻസ് എടുക്കാം. അപ്പോൾ നമുക്കൊന്ന് ഫാസ്റ്റായിട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ എനിവേ ഇന്ന് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. സോ ഇത്രയും പഠിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ വരാൻ. സോ വി മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.